ആദിശങ്കര യോഗ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സൗജന്യ യോഗ പരിശീലന ക്ലാസ് ആരംഭിച്ചു. കാലടി ശൃംഗേരി മഠത്തിനും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനും സമീപമുള്ള മുതലക്കടവ് ഓഡിറ്റോറിയത്തിൽ ആദിശങ്കര യോഗ ഫൗണ്ടേഷന്റെയും യോഗശാസ്ത്ര പരിഷത്തിന്റെയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെയും വിവിധ മർച്ചന്റ്സ് അസോസിയേഷനുകളുടെയും വിവിധ കുടുംബ യൂണിറ്റുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും സഹകരണത്തോടെ സൗജന്യ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിശീലന പരിപാടി കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചെയർമാൻ ടി.ആർ. കൃഷ്ണൻ നമ്പൂതിരി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ആദിശങ്കര യോഗ ഫൗണ്ടേഷൻ ചെയർമാൻ യോഗാചാര്യ ടി.പി. ജോർജ് സ്വാഗതം പറഞ്ഞു. യോഗശാസ്ത്ര പരിഷത്ത് സംസ്ഥാന കോർഡിനേറ്റർ യോഗ തെറാപ്പിസ്റ്റുമായ ആചാര്യ ജയപ്രകാശ് മുഖ്യ സന്ദേശം നൽകി. മുൻ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കാലടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ മേരി ദേവസിക്കുട്ടി അധ്യക്ഷ പ്രസംഗം നടത്തി. റിട്ടയർഡ് ബിഡിഒയും കാലടി റെസിഡൻസ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റുമായ NP ചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഈ മുറിയോട് കറക്റ്റ് ഒരു മാസം ചെയ്യുന്ന സമയത്ത് ഏകദേശം ഡയബറ്റിക് കൺട്രോളാണ്. 3 മാസം കൊണ്ട് 70% ആളുകളും ഗുളികയാണെങ്കിൽ ഗുളിക ഇൻസുലിൻ ആസ്പെക്ട് അവസ്ഥ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു എന്താണ് നമ്മുടെ ജീവിതശൈലി സാഹചര്യത്തിൽ ജീവിതശൈലി രോഗങ്ങളുടെ ആരോഗ്യത്തിൻ്റെ പ്രധാന കാരണങ്ങൾ നോക്കല്ല. ആരോഗ്യം ഉണ്ടാവുന്നു, ആരോഗ്യം ഇല്ലാതിരിക്കുന്നു. ഭക്ഷണം, വ്യായാമം, ഈ 3 കാര്യത്തിലെ ഡിസോർഡർ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രധാനമാണ്. ശരിയായ വ്യായാമം ചെയ്താൽ ഭക്ഷണത്തിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ കണ്ടുപോകും. കൈപ്പറ്റൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളി കുടുംബ കൂട്ടായ്മ പാരിഷ് കൗൺസിൽ വൈസ് ചെയർമാൻ പീറ്റർ ഇത്താപ്പിരി, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റും മർച്ചന്റുമായ തോമസ് പടയാറ്റി, റിട്ടയർഡ് എക്സൈസ് കമ്മീഷണർ നാരായണൻകുട്ടി AR, മർച്ചന്റ്സ് ആന്റണി തോട്ടത്തി, സൂസി ജോർജ്, റോസി മണവാളൻ എന്നിവർ പ്രസംഗിച്ചു. ജോസ്ലിൻ തോമസ് പറപ്പള്ളി കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാലടി.